എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2022 PYQs ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ 1 മുതൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26. The term Levant, often heard in the news, roughly corresponds to which of the following regions? Option A, region along the eastern Mediterranean shores. Option B, region along North African shores stretching from Egypt to Morocco. Option C, regions along Persian Gulf and Horn of Africa. Option D, the entire coastal areas of the Mediterranean Sea. സോ ആൻസർ നമുക്കറിയാം, കാരണം ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഇത്? മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള കൺട്രീസ് മാത്രം, ഓക്കെ, ഈസ്റ്റ് സൈഡിൽ മാത്രമുള്ള റീജിയൻസിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു. സോ ആൻസർ ഏതായിരിക്കും? ദ റീജിയൻ അലോങ് ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോർ. ഓക്കെ, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോറിലുള്ള റീജിയൻസിനായിരിക്കും എന്ന് പറയുന്നത് ലെവന്റ് റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ജോഗ്രഫിക്കലി ആൻഡ് കൾച്ചറൽ റീജിയൻസ് ആണ്. എവിടെയായിരിക്കും? ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോർ. ഓക്കെ, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോറിലുള്ള കൺട്രീസ് ആണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ ഏതൊക്കെ കൺട്രീസ് ആണ് വരുന്നത്? നമുക്ക് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ഏതുണ്ട്? സിറിയ, then Lebanon, then Jordan, Jordan, then Israel, Palestine. സോ ഇതൊക്കെയുണ്ട് ഈ ഒരു റീജിയനിൽ വരുന്ന കൺട്രീസ്. അതായത് ലെവന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? റീജിയൻ അലോങ് ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോർസ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. 26ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ മാപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 27. കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ്: അസർബൈജാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. Which of the above have borders with Afghanistan? So അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡേഴ്സ് ഉള്ള കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഗെയിൻ മാപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ വരുന്ന കൺട്രീസ്? ഓപ്ഷൻ വന്നേക്കുന്നത് ഓപ്ഷൻ എ 1 to 5, ദെൻ ഓപ്ഷൻ ബി 1 2 3 4, ഓപ്ഷൻ സി 3 4 5, ഓപ്ഷൻ ഡി 1 2 3 4 and 5. അപ്പോൾ ഏതൊക്കെയാണ് അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ഉള്ള കൺട്രീസ് എന്ന് ചോദിച്ചേക്കാം. ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? തജിക്കിസ്ഥാൻ, അതുപോലെ തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ. ഇത് മൂന്ന് മാത്രമേ ഇത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ വരുന്ന കൺട്രീസ് ഉള്ളൂ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. 3 4 and 5 ആണ്. ഓക്കെ, അപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? തജിക്കിസ്ഥാൻ, ദെൻ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇത് കൂടാതെ വേറെ ഏതൊക്കെ ഉണ്ട്? നമുക്കറിയാം, തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് ഏതുണ്ട്? പാകിസ്ഥാൻ. ദെൻ അതുകൂടാതെ എന്തുണ്ട്? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ ഏകദേശം എത്ര കിലോമീറ്റർ? 106 കിലോമീറ്ററോളം അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ആ കോറിഡോറിന് നമ്മൾ പറയുന്നത് മഖാൻ കോറിഡോർ. ഓക്കെ, ദെൻ ഇത് കൂടാതെ വേറെ കൺട്രീസ് ഇതിടുന്നുണ്ട്. ഇറാൻ, ദെൻ ചൈന. ഓക്കെ, സോ പാകിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, ചൈന. ഇത് കൂടാതെ നമ്മളിപ്പോൾ പറയുന്നത് തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. സോ ഇത്രയും കൺട്രീസ് എന്താണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഓക്കെ, സോ ഇന്ത്യയുടെ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. 106 കിലോമീറ്റേഴ്സാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നത്. അതും ആ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു കോറിഡോറിന് പറയുന്ന പേരാണ് മഖാൻ കോറിഡോർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും 27th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. First statement, monazite is a source of rare earths. Second statement, monazite contains thorium. Third statement, monazite occurs naturally in the entire Indian coastal sands in India. Fourth, in India, government bodies only can process or export monazite. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇതിൽ. ഏതാണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. മോണോസൈറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ ദ എൻറ്റയർ ഇന്ത്യൻ കോസ്റ്റൽ സാൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞ മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെയർ അടുത്താണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? എൻറ്റയർ ഇന്ത്യൻ കോസ്റ്റൽ പ്ലേസിൽ കാണുമെങ്കിൽ എന്തായിരിക്കും അത് അങ്ങനെ വരാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഇന്ത്യയുടെ എല്ലാ എൻറ്റയർ ഇന്ത്യ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത് എൻറ്റയർ ഇന്ത്യൻ കോസ്റ്റൽ പ്ലേസിൽ എന്താണ് ഈ തോരയും കാണപ്പെടുന്നത്, അല്ലെ മോണോസൈറ്റ് കാണപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? എ, സി, ഡി. സോ ഹിയർ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. 1 2 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? മോണോസൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റെയർ എർത്ത്. ഓക്കെ, മോണോസൈറ്റ് എന്താണ്? റെയർ എർത്തിൻ്റെ സോഴ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? സെറിയം, അതുകൂടാതെ
ലെന്താനം. സോ ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ വരുന്നതാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് മോണോസൈറ്റ് കണ്ടെയ്ൻ തോറിയം. മോണോസൈറ്റ് എന്താണ് തോറിയം കണ്ടെയ്ൻ ചെയ്യുന്നു പറയുന്നു. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ തോറിയം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് എന്തിൻ്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് തോറിയം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ദ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാം. ഓക്കെ, സോ ഇന്ത്യയുടെ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സോഴ്സാണ് എന്ന് പറയുന്നത് തോറിയം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് മോണോസൈറ്റ് കണ്ടെയ്ൻ തോറിയം എന്ന് പറയുന്നത് തോറിയം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത് പറയുന്നത് എന്താണ് മോണോസൈറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ ഇന്ത്യ കോസ്റ്റൽ സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ശരിയല്ല. കാരണം ഇത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും അറിയാം, നമുക്ക് എവിടെയാണ് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ ഇത് കൂടാതെ വേറെ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്, ഒഡീഷ, ദെൻ തമിഴ്നാടു, ദെൻ റീജിയൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങനെ എന്താണ് കുറച്ച് റീജിയൻസിൽ മാത്രമേ എന്ത് ഈ തോറിയം കൂടുതലായിട്ട് എന്താണ് കാണപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി പ്രധാനപ്പെട്ട എവിടെയായിരിക്കുന്നത് കേരള റീജിയനിലാണ് മോണോസൈറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ ഇന്ത്യ ഗവൺമെന്റ് ബോഡീസ് ഓൺലി ക്യാൻ പ്രോസസ് ഓർ എക്സ്പോർട്ട് മോണോസൈറ്റ്. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ബോഡീസ് മാത്രമേ ഇത് മോണോസൈറ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രോസസ് ഓർ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, കാരണം എസ്പെഷ്യലി ഏതാണ് അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇന്ത്യൻസ് റെയർ എർത്ത്സ് ലിമിറ്റഡ് വരുന്നത്. ഇന്ത്യൻസ് റെയർ എർത്ത്സ് ലിമിറ്റഡ് IREL. സോ അതെന്താണ് അങ്ങനത്തെ ഒരു ബോഡിയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് മോണോസൈറ്റ് എക്സ്പോർട്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 1, 2 and 4 ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. കാരണം ഇന്ത്യ കോസ്റ്റൽ പ്ലെയിൻസ് ഇല്ല. നമ്മളതിൽ പറഞ്ഞു പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് കേരള, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ ഒരു റീജിയനിലേക്കാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് 29. In the northern hemisphere, the longest day of the year normally occurs in the first half of the month of June, second half of the month of June, first half of month of July, second half of month of July. സോ നമുക്കറിയാവുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴായിരിക്കും ലോങ്സ്റ്റ് ഡേ വരുന്നത്. നോർമലി അത് സമ്മർ സോൾസ്റ്റിസ് സമയത്തായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കി, ഈ ഇമേജ് നോക്കുമ്പോൾ തന്നെ മുതൽ ഇവിടെ എർത്തുണ്ട്. ആൻഡ് ആൾസോ അതിനെന്താണ് ഇത് നമ്മുടെ എന്താണ് ഭൂമധ്യരേഖ. ഓക്കെ, ഇക്വേറ്റർ 0 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും സൺറൈസ് ഇപ്പോൾ എവിടെയാണ് കൂടുതലും പതിക്കുന്നത്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വന്നു കൊള്ളുന്നത്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിൽ ഡാർക്ക് ആയിരിക്കും. ഈ ഒരു ഏരിയ എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും. അവിടെ സൺറൈസ് കുറവാണ്. ഓക്കെ, സോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സൺറൈസ് കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ലോങ്സ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ചോദിച്ചാൽ ലോങ്സ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോൾ സൺറൈസ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ലോങ്സ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സൺറൈസ് എവിടെയാണ് കൂടുതൽ പതിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, ഇവിടെ ഇക്വേറ്റർ വരുന്നുണ്ട്. സോ ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൺറൈസ് കൂടുതൽ പതിക്കുന്നത്. അപ്പോൾ അത് ഏത് ഡേറ്റിലാണെന്നാണ് നോക്കേണ്ടത്. എപ്പോഴാണ് June 20 to 22. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും അതിനനുസരിച്ചുള്ള ആൻസർ നോക്കുക. ഫസ്റ്റ് ഹാഫ് ഓഫ് മന്ത് ഓഫ് ജൂൺ എന്ന് വെച്ചാൽ June 1 to 15 വരെയാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. സോറി, 1 to 15 ആണ് ഫസ്റ്റ് ഹാഫ്. ദെൻ 15 to 20 ആയിരിക്കും സെക്കൻഡ് ഹാഫ് വരുന്നത്. അപ്പോൾ ഇവിടെ 2022 അല്ലെങ്കിൽ എന്താണ് 2022 ഇടയ്ക്ക് വരുന്നതായിരിക്കും സെക്കൻഡ് ഹാഫിലായിരിക്കും വരുന്നത്. അപ്പോൾ ഏതായിരിക്കും സെക്കൻഡ് ഹാഫ് ഓഫ് ദ മന്ത് ഓഫ് ജൂൺ ആയിരിക്കും ഇത് ആൻസർ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു ലോങ്സ്റ്റ് ഡേ എങ്കിൽ നമുക്ക് ഏത് ആൻസർ ചെയ്തായിരുന്നു നമ്മൾ തിരിച്ച് ഇവിടെ വരും. ഓക്കെ, അതായത് December 21, 22 വരും. അപ്പോൾ വിന്റർ സോൾസ്റ്റിസ് ആയിരിക്കും. കാരണം ആ ടൈമിലാണ് സൺറൈസ് സദേൺ ഹെമിസ്ഫിയറിലാണ് ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡേ വരുന്നത്. ഓക്കെ, ലോങ്സ്റ്റ് ഡേ വരുന്നതായിരിക്കും സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും ആ ടൈമിൽ. അതെപ്പോഴായിരിക്കും December 21st, 22nd ആയിരിക്കും. ഓക്കെ, അത് വിന്റർ സോൾസ്റ്റിസ് ടൈമാണ്. ഇതിപ്പോൾ ഏതാണ് സമ്മർ സോൾസ്റ്റിസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും June 2022. അതായത് എന്താണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ മന്ത് ഓഫ് ജൂൺ ആയിരിക്കും. ഓക്കെ, സോ അതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. വെറ്റ്ലാൻഡ് ഓർ ലേക്ക് ലൊക്കേഷൻ. ഒക്കേര വെറ്റ്ലാൻഡ് പഞ്ചാബ്, രേണുക വെറ്റ്ലാൻഡ് ഹിമാചൽ പ്രദേശ്, രുദ്രസാഗർ ലേക്ക് ത്രിപുര, ശാസ്താംകോട്ട ലേക്ക് തമിഴ്നാട്. അപ്പോൾ ഏതൊക്കെ പേഴ്സാണ് കറക്റ്റ് മാച്ച് ചെയ്തേക്കുന്നതാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അറിയാവുന്നതുകൊണ്ട് ശാസ്താംകോട്ടയിലേക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാം. എവിടെയായിരിക്കും അത് തമിഴ്നാട്ടിലല്ല, ശാസ്താംകോട്ട എവിടെയാണ് കേരളത്തിലാണ്. ഓക്കെ, കേരളത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ എന്താണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, ഫ്രഷ് വാട്ടർ ലേക്കായിട്ടാണ് നമ്മൾ ശാസ്താംകോട്ട കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓൾ 4 പേഴ്സ് എന്നുള്ളത്
നമ്മൾ തെറ്റാക്കാം. നെക്സ്റ്റ്, ഇനി ഹൊക്കേർക്ക വെറ്റ്ലാൻഡ് ഉണ്ട്, രേണുക വെറ്റ്ലാൻഡ് ഉണ്ട്, രുദ്രസാഗർ ലേക്കുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ശരിയെന്നാണ് നോക്കേണ്ടത്. ഇതിൽ രുദ്രസാഗർ ലേക്ക് എവിടെയാണ്? ത്രിപുരയിൽ തന്നെയാണ്. ഓക്കെ, രുദ്രസാഗർ ലേക്ക് വരുന്നത് ത്രിപുരയിലാണ്. സോ അതെന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ രേണുക വെറ്റ്ലാൻഡ് വരുന്നത് എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഹൊക്കേർക്ക വെറ്റ്ലാൻഡ് വരുന്നത്. ഹൊക്കേർക്ക വരുന്നത് എവിടെയാണ്? അത് പഞ്ചാബിലല്ല, പകരം എവിടെയാണ്? നമ്മുടെ കാശ്മീർ റീജിയനിലാണ്. ഓക്കെ, ഹൊക്കേർക്ക വരുന്നത് പഞ്ചാബിലല്ല, എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റീജിയനിലാണ് വരുന്നത്, പ്രധാനമായും പ്രൊവിൻസസ് ഓഫ് കാശ്മീർ. സോ അവിടെയാണ് ഏത് വരുന്നത്? ഈ ഹൊക്കേർക്ക വെറ്റ്ലാൻഡ് വരുന്നത്. ഓക്കെ, അപ്പം ആൻസർ ഏതായിരിക്കും? 2 എന്ന് മാത്രമാണ് ശരി, ഓൺലി 2 പേഴ്സ് ആയിരിക്കും. രേണുക വെറ്റ്ലാൻഡ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അവിടുത്തെ എന്താണ്? നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഓക്കെ, നാച്ചുറൽ ഫ്രഷ് വാട്ടറിലാണ് ഇതെന്ന് പറയുന്നത്. നാച്ചുറൽ ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ആണ്. ദെൻ രുദ്രസാഗർ വരുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ്. ലോ ലാൻഡ് സെഗ്മെന്റ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ശാസ്താംകോട്ട ലേക്ക് വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്, എസ്പെഷ്യലി കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. കേരളത്തിൽ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശുദ്ധജല തടാകമാണ്. ഓക്കെ, ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ന് പറയുന്നത് ശാസ്താംകോട്ട ലേക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നതായിരിക്കും ഓൺലി 2 പേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് 2, 3 മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആരോഗ്യ സേതു, കോവിൻ, ഡിജി ലോക്കർ, ദീക്ഷ. Which of the above are built on top of open source digital platform? ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് എക്സാമ്പിളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആരോഗ്യ സേതു ആയാലും, കോവിൻ ആയാലും, ഡിജി ലോക്കർ ആയാലും, ദീക്ഷ ആയാലും ഇതെല്ലാം എന്താണ്? ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇതിനെ പറ്റി എന്ന് പറയുന്നത് ആരോഗ്യ സേതു ആണ്. ആരോഗ്യ സേതു നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന ഏത് ടൈമിലാണ്? COVID-19 ടൈമിലാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയത്. കാരണം എന്താണ്? ആ ടൈമിൽ പേഴ്സൺസ് തമ്മിലുള്ള കോൺടാക്ട് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു എന്ന് പറയുന്നത് ആരോഗ്യ സേതു ആപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കോൺടാക്ട് ട്രാക്കിംഗ് ആപ്പ്. ഓക്കെ, കോൺടാക്ട് ട്രേസിങ്, കോൺടാക്ട് ട്രേസിങ് ആൻഡ് ഓൾസോ syndromic mapping, especially in the time of COVID-19. Okay, so അതൊരു മൊബൈൽ ആപ്പായിരുന്നു ആരോഗ്യ സേതു എന്ന് പറയുന്നത്. സോ അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നതാണ് കോവിൻ. കോവിൻ എന്ന് വെച്ചാൽ എന്താണ്? അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു വേറൊരു ആപ്പായിരുന്നു. ഓക്കെ, ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഇതുപോലെ എന്താണ്? ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ, ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത്. കോവിൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ആയിരുന്നു. ദെൻ തേർഡ് പറയുന്നത് ഏതാണ്? ഡിജി ലോക്കർ. ഡിജി ലോക്കർ നമുക്കെല്ലാം പരിചയമുള്ളതായിരിക്കും, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും ഡിജി ലോക്കർ. കാരണം എന്താണ്? നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും അല്ലെങ്കിൽ ആധാർ ആയാലും അങ്ങനത്തെ എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്താണ് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ലോക്കർ ഫെസിലിറ്റി. എന്താണ് നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്കർ ഫെസിലിറ്റിയാണ് എന്ന് പറയുന്നത് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. സോ അതെന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോർ ആൻഡ് ആക്സസ് important document. സോ അതാണ് എന്ന് പറയുന്നത് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി വരുന്നത് ഏതാണ്? ദീക്ഷ പ്ലാറ്റ്ഫോം. ദീക്ഷ വരുന്നത് എന്താണ്? ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് ബിൽറ്റ് ചെയ്തത് സൺബേർഡ് പ്ലാറ്റ്ഫോമാണ് ബിൽറ്റ് ചെയ്തത്. സൺബേർഡ് പ്ലാറ്റ്ഫോം. ഓക്കെ, സോ അതാണ് ഈ 4 പറ്റി പറയുന്നത്. ആരോഗ്യസേതു നമ്മൾ പറഞ്ഞു COVID-19 ടൈമിൽ എന്താണ് കോൺടാക്റ്റും മറ്റൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു എന്ന് പറയുന്നത് ആരോഗ്യസേതു എന്ന് പറയുന്നത്. കോവിൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് മറ്റൊരു
ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. ദെൻ ഡിജി ലോക്കർ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡോക്യുമെന്റ്സും മറ്റുമൊക്കെ എന്താണ് സോഴ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പറയുന്നത് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ദെൻ ദീക്ഷ പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞു അത് ടീച്ചിങ്ങിനും ലേണിംഗും ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആരാണ് ചെയ്തത്? സൺബേർഡ് പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ സൺബേർഡ് പ്ലാറ്റ്ഫോമാണ് അത് ബിൽഡ് ചെയ്തത്. ഓക്കെ, സോ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആൻഡ് 4 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to Web 3.0, consider the following statement. First statement, the Web 3.0 technology enables people to control their own data. Second one, in Web 3.0 world, there can be a blockchain-based social networks. Third statement, Web 3.0 is operated by users collectively rather than a corporation. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കണം. ആൻസർ എന്താണ്? ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് Web 3.0 എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് Web 3.0 ടെക്നോളജി എനേബിൾസ് പീപ്പിൾ ടു കൺട്രോൾ ദെയർ ഓൺ ഡേറ്റ. ഓക്കെ, പീപ്പിളിന് എന്താണ് അവരുടെ ഡേറ്റ എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇതെന്താണ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡേറ്റ സേവനിറ്റി ആണിത് ഇതിലൂടെ ഉറപ്പുവരുന്നത്. ആൻഡ് ഡേറ്റ സേവനിറ്റി, ഓക്കെ, സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്? ടു ഗിവ് യൂസേഴ്സ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ ദ പേഴ്സണൽ ഡേറ്റ ത്രൂ ഏതാണ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡേറ്റ സോവറിറ്റി. ഓക്കെ, സോ ഇത് കൂടാതെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസും എന്താണ് ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് പറയുന്നത്. കാരണം ഇൻ Web 3.0 വേൾഡ് ദർ ക്യാൻ ബി ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ അത് രണ്ടും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ തേർഡ് പറയുന്നത് Web 3.0 is operated by users collectively rather than corporation. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ എന്താണ് Web 2.0 ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? കോർപ്പറേഷൻസ് ആണ് ഡോമിനേറ്റ് ചെയ്തത്. Web 2.0 ഡോമിനേറ്റ് ചെയ്തത് ആരായിരുന്നു? കോർപ്പറേറ്റീവ് ബോഡീസ് ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരുന്നു. പക്ഷേ Web 3.0 പോയപ്പോൾ അത് എങ്ങനെയായി? ഇറ്റ്സ് ഓപ്പറേറ്റഡ് ബൈ യൂസേഴ്സ് കളക്റ്റീവ്ലി റാദർ ദാൻ കോർപ്പറേഷൻ. കോർപ്പറേഷൻ പോലെ എന്താണ് യൂസേഴ്സ് കളക്റ്റീവ്ലി എന്താണ് ചെയ്യുന്നതായി, അല്ലെങ്കിൽ യൂസേഴ്സ് കളക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നതായി. ഓക്കെ, സോ ഗവേൺഡ് ബൈ യൂസേഴ്സ് കളക്റ്റീവ്ലി ഓഫൺ ത്രൂ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ. പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. 1, 2 ആൻഡ് 3 ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. Next, 33. With reference to software as a service, SaaS, consider the following statement. SaaS buyers can customize the user interface and can change data fields. Second statement, SaaS user can access their data through their mobile devices. Third statement, Outlook, Hotmail and Yahoo mails are forms of SaaS. ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ഇത് 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഗെയിൻ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. 1, 2 ആൻഡ് 3 ആയിരിക്കും. അപ്പോൾ സാസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് that is buyers can customize the user interface and can change data fields. ബയേഴ്സ് എന്താണ് യൂസർ ഇന്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൂടെ എന്താണ് they can change data fields. അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് എന്താണ് ലോഗോസ് ഒക്കെ ആഡ് ചെയ്യാൻ, അതിൻ്റെ തീംസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ. സോ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, adding logos, change themes, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? സാസ് യൂസേഴ്സ് ക്യാൻ ആക്സസ് ദിയർ ഡേറ്റ ത്രൂ ദിയർ മൊബൈൽ ഡിവൈസസ്. സാസ് യൂസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഡേറ്റ എന്താണ് മൊബൈൽ. ഓക്കെ, ഒരു ഇന്റർനെറ്റ് വെച്ച് നമുക്ക് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്തോ എല്ലാം എന്താണ് നമുക്ക് ഡേറ്റാസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് പറയുന്നത് ഔട്ട്ലുക്ക്, ഹോട്ട്മെയിൽ ആൻഡ് യാഹൂ മെയിൽസ് ആർ ഫോംസ് ഓഫ് സാസ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സാസിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഔട്ട്ലുക്ക്, ഹോട്ട്മെയിൽ, യാഹൂ മെയിൽസ് ഇതെല്ലാം എന്താണ് സാസിന് എക്സാമ്പിൾ ആണ്. സോ അതുകൊണ്ട് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. 1, 2 ആൻഡ് 3 ആയിരിക്കും. 34. Which one of the following statements best reflects the idea behind fractional orbital bombardment system? Okay, often talked about the media. അപ്പോൾ again ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എ hypersonic missile is launched into space to counter the asteroid approaching the Earth and explode it in space.
Second statement, a spacecraft lands on another planet after making several orbital motions. Third one, a missile is put into a stable orbit around the Earth and deorbits over a target on the Earth. Option D, a spacecraft moves along a comet with the same speed and places a probe on its surface. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തുമായിട്ട് ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെൻറ്റ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ബോംബാർഡ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ആലോചിക്കാം, എന്ത് സംതിങ് റിലേറ്റഡ് ടു ഒരു എക്സ്പ്ലോഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒരു മിസൈലിൻ്റെ കാര്യമാണ് പറയുന്നത്. എ മിസൈൽ ഈസ് പുട്ട് ഇൻ ടു എ സ്റ്റേബിൾ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് ആൻഡ് deorbits over a target on the earth. സോ അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, FOBS എന്ന് പറയുന്നത്, ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് 1960 സോവിയറ്റ് യൂണിയൻ തയ്യാറാക്കിയതാണ്. 1960 സോവിയറ്റ് യൂണിയനാണത് ഇത് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്? ഇത് ഇൻവോൾവ്സ് ലോഞ്ചിങ് എ മിസൈൽ ഇൻ ലോ എർത്ത് ഓർബിറ്റ്. ഓക്കെ, ലോ എർത്ത് ഓർബിറ്റിലേക്ക് എന്താണ് ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്, അതാണ് നമ്മളോട് പറഞ്ഞത്. And unlike a traditional intercontinental ballistic missile which follow a high parabolic arc, okay, നമ്മൾ അറിയാം ട്രഡീഷണൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്താണ് ഒരു എങ്ങനെയായിരിക്കും ഒരു പ്രെഡിക്റ്റബിൾ ആർക്കിൽ അത് എന്ത് ഫോളോ ചെയ്യും, ഒരു ഹൈ ആയിട്ടുള്ളൊരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ട്രഡീഷണൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെയായിരിക്കും, അത് ഒരു ഹൈ പ്രെഡിക്റ്റബിൾ ആർക്കിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് ഒരു സ്റ്റേബിൾ ഓർബിറ്റിൽ, അതായത് നമ്മുടെ FOBS എന്താണ് ഒരു സ്റ്റേബിൾ ഓർബിറ്റിൽ നിന്നിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ദ മിസൈൽ ഈസ് പുട്ട് ഇൻ എ സ്റ്റേബിൾ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് ആൻഡ് ഇറ്റ് deorbits over a target on the earth. ഓക്കെ, സോ അതാണ് FOBS അല്ലെങ്കിൽ എന്താണ് ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. FOBS അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ missile is put in a stable orbit around the earth and deorbits over a target on the earth. Next, which one of the following is the context in which the term qubit is mentioned? അപ്പോൾ ക്യൂബിറ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ക്ലൗഡ് സർവീസസ്, ഓപ്ഷൻ ബി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഓപ്ഷൻ സി വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഓപ്ഷൻ ഡി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിൻ്റെ ഫുൾ ഫോം തന്നെ വരുന്നത് ക്വാണ്ടം ബിറ്റ് എന്നാണ് വരുന്നത്, ക്വാണ്ടം ബിറ്റ്. സോ ആൻസർ എന്നതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് ക്യൂബിറ്റിൽ വരുന്നത്. ഓക്കെ, സോ ക്യൂബിറ്റ് എന്ന് വെച്ചാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആയിരിക്കും. സോ ഇതെന്ന് വെച്ചാൽ ക്യൂബിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ in quantum computing. Representing a two-state quantum mechanic. Two-state quantum mechanical system. Okay, so quantum computing is the basic unit of information in quantum computing representing a two-state quantum mechanical system. Quantum computing sorry, qubit എന്ന് പറയുന്നത് അല്ലെങ്കിൽ quantum bit എന്ന് പറയും. ഓക്കെ, ദെൻ ഓപ്ഷൻ എ എന്താണ് പറയുന്നത് ക്ലൗഡ് സർവിംഗ് എന്നാണ് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ്, വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഡെലിവേർഡ് ഓൺ ഡിമാൻഡ് to companies and customer over internet. ഓക്കെ, സോ അതാണ് ക്ലൗഡ് സർവീസിംഗ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് കൂടെ എന്താണ് കമ്പനീസിനും അതുപോലെ കസ്റ്റമേഴ്സിനും എന്താണ് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ഡിമാൻഡ് അനുസരിച്ച് എന്താണ് സർവീസ് ഡെലിവർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലൗഡ് സർവീസസ് എന്ന് പറയുന്നത്. ദെൻ വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ് വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ VLC എന്ന് പറയും. കാരണം എന്താണ്, ഇതൊരു വയർലെസ് മെത്തേഡാണ്, ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റയാണത് ഇതുവഴി പോസിബിൾ ആകുന്നു. ദെൻ ഓപ്ഷൻ ഡി വരുന്നത് എന്താണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതും എന്താണ് ഈ ഇവിടെ വയർലെസ് യൂസ് ചെയ്യുന്നതാണ് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിവൈസിന് എന്താണ് വയർലെസ് സിഗ്നൽ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതാണ് ക്യൂബിറ്റ് എന്ന് പറയുന്നതാണ് ക്വാണ്ടം ബിറ്റാണ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്: ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്.
Which of the above are considered short range device or technologies? Option A 1 and 2 only, option B 2 and 3 only, option C 1 and 3 only, option D 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഷോർട്ട് റേഞ്ച് ഡിവൈസസ് ഓർ ഷോർട്ട് റേഞ്ച് ടെക്നോളജി എന്ന് ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് വൺ ക്ലോസ്ഡ് ടു സർക്യൂട്ട് ടെലിവിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് CCTV. ദെൻ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇതിൽ ഏതൊക്കെയാണ് ക്ലോസ്ഡ് ഷോർട്ട് റേഞ്ച് ഡിവൈസ് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ടെക്നോളജി എന്ന് പറയുന്നത്? ആൻസർ ഇത് മൂന്നും എന്താണ്? ഷോർട്ട് റേഞ്ച് ടെക്നോളജി അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ആയാലും റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ആയാലും വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയാലും ഇത് മൂന്നും എന്താണ്? ഷോർട്ട് റേഞ്ച് ഡിവൈസ് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ടെക്നോളജിക്ക് എക്സാമ്പിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പറയുന്നത്? എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ പറയുന്നത്? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ നമ്മൾ CCTV, അതായത് നമ്മളിപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഏതെങ്കിലും കഫേസിലോ അല്ലെങ്കിൽ എന്താണ് ബിസിനസ് സ്ഥാപനങ്ങളിലോ ഒക്കെ മാത്രം യൂസ് ചെയ്യുന്നതാണ് ആ ഒരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് റേഞ്ചിന് വേണ്ടി മാത്രമുള്ള ഒരു സർക്യൂട്ടാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ചിന് മാത്രമുള്ള ഒരു ഉപകരണമാണ് എന്ന് പറയുന്നത് CCTV എന്ന് പറയുന്നത്. ദെൻ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നു. ഇതും എന്താണ്? വെരി ഷോർട്ട് ഡിസ്റ്റൻസ്, ടിപ്പിക്കലി എന്താണ് ഒരു കുറച്ച് സെൻറ്റിമീറ്ററോ കുറച്ച് മീറ്ററോ മാത്രമായിരിക്കും എന്ത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഇതും എങ്ങനെയാണ്? ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് വിത്തിൻ എ ലിമിറ്റഡ് സ്പേസ്. ഓക്കെ, ഒരു ലിമിറ്റഡ് സ്പേസിനുള്ള എന്താണ്? ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്മിഷൻ, അതാണ് ഇത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് മൂന്നും ഷോർട്ട് റേഞ്ച് ഡിവൈസസ് ടെക്നോളജിക്ക് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. 1, 2 and 3 ആണ്. Next 37. Biofilms can form on medical implants with human tissues. Second statement, biofilms can form on food and food processing surfaces. Third statement, biofilms can exhibit antibiotic resistance. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്താണ്? ആൻസർ എഗെയിൻ ബയോഫിലിംസിനെ പറ്റി നമുക്ക് അറിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3 മൂന്നും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ബയോഫിലിംസ് എന്ന് ജസ്റ്റ് നമുക്ക് എഴുതാനും. ഓക്കെ, ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ബയോഫിലിംസിൻ്റെ ബയോഫിലിംസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു അസോസിയേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് in which microbial cells adhere to each other on living or non-living surfaces within a self-produced matrix of extracellular polymeric substance. സോ അതാണ് എന്ന് പറയുന്നത് ബയോഫിലിംസ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? വേറെ കുറച്ച് മൈക്രോബിയൽസ് എന്ത് ചെയ്യുന്നു? മൈക്രോബിയൽ സെൽസ് എന്ത് ചെയ്യുന്നു? അത് ടു ഈച്ച് പരസ്പരം എന്താണ്? ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ചേർന്നിരിക്കുന്നു. അത് എവിടെയായിരിക്കാം? മേ ബി ഇറ്റ്സ് എ ലിവിങ് ആവാം, അല്ലെങ്കിൽ നോൺ ലിവിങ് സർഫസ് ആവാം. ലിവിങ് സർഫസും ആവാം, അല്ലെങ്കിൽ നോൺ ലിവിങ് സർഫസും ആവാം. സോ അതിനാണ് എന്തെന്ന് പറയുന്നത്? ബയോഫിലിംസ് എന്ന് പറയുന്നത്. So first statement പറയുന്നത് നോക്കി, biofilms can form on medical implants with human tissue. Okay, medical implants അപ്പോൾ എന്താണ്? ഹ്യൂമൻ ടിഷ്യൂ, medical implants within human tissue. ഹ്യൂമൻ ടിഷ്യൂലുള്ള മെഡിക്കൽ ഇംപ്ലാന്റ്സ് എന്താണ്? അതിൽ ബയോഫിലിംസിന് ഫോം ചെയ്യാന്നാണ് പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ അത് ഈ ബയോഫിലിംസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? യുബിക്വിറ്റോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, യുബിക്വിറ്റോസ്, അതായത് ദേ ക്യാൻ സീ എവരിവെയർ. ഓക്കെ, എല്ലായിടത്തും കാണാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം വാട്ടർ പൈപ്സിൽ കാണാൻ പറ്റും. എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വാട്ടർ പൈപ്സ്, ലിവിങ് ടിഷ്യൂ, ഇംപ്ലാന്റഡ് മെഡിക്കൽ ഡിവൈസസ്, ഇവിടെ എല്ലാം എന്താണ്? നമുക്ക് ഈ ബയോഫിലിംസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ബയോഫിലിംസ് ക്യാൻ ഫോം ഓൺ ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസിങ് സർഫസസ്. അത് എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് എസ്പെഷ്യലി എന്താണ് ബാക്ടീരിയയൊക്കെ എന്താണ് ചില സർഫസിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. എസ്പെഷ്യലി ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ എന്താണ് ബാക്ടീരിയസിന് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുകൂടെ എന്താണ് ചില ഫുഡുകളിലും എന്താണ് അത് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
തേർഡ് പറയുന്നത് ബയോഫിലിംസ് ക്യാൻ എക്സിബിറ്റ് ഇൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അത് എന്താണ് ശരിയാണ്. കാരണം ബയോഫിലിംസ് പ്രൊട്ടക്ട് ബാക്ടീരിയ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് മേക്ക് സിഗ്നിഫിക്കൻറ്റ്ലി മോർ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ബാക്ടീരിയ എന്താണ് ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് യൂസ് ചെയ്തത്. നമ്മളോട് പറഞ്ഞ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് യൂസ് ചെയ്തതാണ് ആ ബാക്ടീരിയ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അതുവഴി എന്തിനെതിരെ ആൻറ്റിബയോട്ടിക്കിനെതിരെ എന്താണ് റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഓപ്ഷൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 മൂന്ന് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്. നെക്സ്റ്റ് 38. Consider the following statement in respect of probiotics. Probiotics are made of both bacteria and yeast. The organisms in probiotics are found in foods we ingest, but they do not naturally occur in our gut. Probiotics can help in digestion of milk sugars. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രോബയോട്ടിക് എന്താണെന്ന് പറയാൻ നമുക്ക് ഉപയോഗമുള്ള കുറച്ച് ബാക്ടീരിയസോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഈസ്റ്റോ എന്തായിട്ട് അതെന്താണ് നമ്മുടെ ബോഡിയിലുള്ളതും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇൻടേക്ക് ചെയ്യുന്നതൊക്കെയാണ് എന്ത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. സോ അതെന്താണ് ഇവിടെ പറയുന്നത് ഡു നോട്ട് നാച്ചുറലി ഒക്കർ ഇൻ അവർ ഗട്ട് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പ്രോബയോട്ടിക് എന്താണ് നമ്മുടെ ഗട്ടിലും കാണപ്പെടുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ദെൻ 1 2 കോമൺ ആണ്. അപ്പോൾ എന്തായാലും ശരിയാണ്. കാരണം പ്രോബയോട്ടിക്സ് ആർ മെയ്ഡ് ബോത്ത് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ഓക്കെ, കൂടുതലും എന്തായിരിക്കും ബാക്ടീരിയ ആണെങ്കിലും ചില ഈസ്റ്റിന് എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഈസ്റ്റിൽ എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെജോറിറ്റി ബാക്ടീരിയ ആയിരിക്കും. പക്ഷേ എന്താണ് ചില ഈസ്റ്റിന് നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഹെൽത്തിന് എന്താണ് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പറയുന്നത് പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് മിൽക്ക് ഷുഗേഴ്സ്. അതെന്താണ് ശരിയാണ്. കാരണം ഒരുപാട് പ്രോബയോട്ടിക്സിൽ എന്താണ് മിൽക്ക് ഷുഗേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതെന്താണ് നമുക്ക് മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് കാരണമാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഏതാണുള്ളത് എൻസൈം ലാക്ടേസ്. ഓക്കെ, കാരണം ചില പ്രോബയോട്ടിക്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ എൻസൈം ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ലാക്ടേസ് എന്ത് ചെയ്യുന്നുണ്ട് അത് ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാക്ടേസ് എന്ത് ചെയ്യും ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ഈ ലാക്ടോസ് എന്ന് വെച്ചാൽ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ മിൽക്കിൽ കാണുന്ന ഷുഗർ എന്താണ് ലാക്ടോസ് എന്ന് പറയുന്നത്. സോ ഈ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് എന്ന് പറയുന്നത് ലാക്ടേസ് എന്ന് പറയുന്നത്. അത് ചില പ്രോബയോട്ടിക്സിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയായിട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായിട്ടുള്ളതാണ്. സോ അതെന്താണ് ഈ ലാക്ടേസ് ഉള്ളതുകൊണ്ട് എന്താണ് അത് ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിൽ എന്താണ് മിൽക്ക് ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഡൈജഷൻ ഈസി ആക്കുന്നുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും 1 and 3 ഓൺലി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് 38 ആൻസർ വരുന്നത്. നെക്സ്റ്റ് 39. In the context of vaccines manufactured to prevent the COVID-19 pandemic, consider the following statements. The Serum Institute of India produced a COVID-19 vaccine named Covishield using mRNA platform. Second one, Sputnik V vaccines is manufactured using vector-based platforms. Third one, Covaxin is an inactivated pathogen-based vaccine. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, The Serum Institute of India produced a COVID-19 vaccine named Covishield. ഓക്കെ, കാരണം ഞാൻ COVID-19 വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു കോവിഷീൽഡ് ആയിരുന്നു. ബട്ട് പിന്നെ പറയുന്നത് എന്താണ് യൂസിങ് mRNA പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ് ഇത് mRNA പ്ലാറ്റ്ഫോം അല്ല. കാരണം ഇതെന്താണ് വൈറൽ വെക്ടർ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ, സോ ഇറ്റ്സ് എ വൈറൽ വെക്ടർ പ്ലാറ്റ്ഫോം. ഓക്കെ, സോ നോട്ട് mRNA പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ ഹിയർ കംസ് ദ ആൻസർ ആയിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും. 2 and 3 ഓൺലി ആയിരിക്കും. സ്പുട്നിക് 5 വാക്സിൻ ഈസ് മാനുഫാക്ചർഡ് യൂസിങ് വെക്ടർ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോവാക്സിൻ ഈസ് ആൻ ഇനാക്ടിവേറ്റഡ് പാത്തജൻ ബേസ്ഡ് വാക്സിൻ. ഓക്കെ, അതും ശരിയാണ്. കാരണം കോവാക്സിൻ ഡെവലപ്പ് ചെയ്ത ആരാണ് ഭാരത് ബയോടെക് ആണ്. ഡെവലപ്പ് ബൈ ഭാരത് ബയോടെക്. And it's an inactivated pathogen-based vaccine. The inactivated pathogen-based vaccine ആണ്. It uses a killed version of the SARS-CoV-2 viruses. ഓക്കെ, സോ ഇനാക്ടിവേറ്റഡ് പാത്തജൻ ആണെന്ന് അത് വാക്സിനിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, അതായത് ഒരു കിൽഡ് വെർഷൻ ഓഫ് SARS-CoV-2 വൈറസ്. ഈ ഒരു കിൽഡ് വെർഷനാണ് ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് പിന്നീട് എന്താണ് പാത്തജൻസ് വന്ന് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇത് കോവാക്സിൻ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇത് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40. If a major solar storm or solar flare reaches the earth, which of the following are the possible effect on the earth? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ മേജർ സോളാർ സ്റ്റോം വന്നാൽ അതിൽ ഏതൊക്കെയാണ് ഈ എർത്തിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? GPS ആൻഡ് നാവിഗേഷൻ സിസ്റ്റം കുഡ് ഫെയിൽ. ഓക്കെ, കാരണം GPS നാവിഗേഷൻ സിസ്റ്റം ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കും ഉണ്ട്, കാരണം സോളാർ ഫ്ലെയർസ് ഒന്നും എന്താണ് അത് ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫസ്റ്റ് എന്താണ് ശരിയാണ്. സുനാമീസ് കുഡ് ഒക്കർ അറ്റ് ദ ഇക്വിറ്റോറിയൽ റീജിയൻസ്. ഇക്വിറ്റോറിയൽ റീജിയൻസ് എന്താണ് സുനാമി ഒക്കർ ആവുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം സുനാമി ഒക്കർ ആവണമെങ്കിൽ എന്താണ് നോർമലി ഏത് കണ്ടീഷനിലായിരിക്കും സുനാമി ഒക്കർ ആവുന്നത്? അത് നമ്മുടെ പ്ലേറ്റ്സിൻ്റെ ഒക്കെ ചലനം മൂലം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ എർത്ത് ലുക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം എന്ത് സുനാമി ഒക്കർ ആവുന്നത്. അവിടെ ഇപ്പോൾ സോളാർ ഫ്ലെയിം കാരണം എന്താണ് അല്ലെങ്കിൽ സോളാർ സ്റ്റോം കാരണം സുനാമി ഒക്കർ ആവുന്നതെന്ന് പറയുന്നത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, കാരണം അങ്ങനെ ഉണ്ടാവുന്ന ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എ പോവും ബി പോവും. സോ എഗെയിൻ നമുക്ക് ആൻസർ കിട്ടി. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ഓപ്ഷൻ ഏതായിരിക്കും? 1, 3, 4, 5, 7 ആയിരിക്കും. അപ്പോൾ 2 ഇല്ല, അതുപോലെ ഇത് വേറെ ഇല്ലാതെ 4, 6, 7 ആണ്. അപ്പോൾ 5ഉം ഇല്ല. ഓക്കെ, ഫോറസ്റ്റ് ഫയർസ് കുഡ് ടേക്ക് പ്ലേസ് ഓവർ മച്ച് ഓഫ് ദ പ്ലാനറ്റ്. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് ഫയർസ് എന്താണ് മച്ച് ഓഫ് ദ പ്ലാനറ്റ്സിൽ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 GPS ആൻഡ് നാവിഗേഷൻ സിസ്റ്റം കുഡ് ഫെയിൽ, അത് ശരിയാണ്. ദെൻ തേർഡ് പവർ ഗ്രിഡ്സ് കുഡ് ബി ഡാമേജ്. പവർ ഗ്രിഡ്സ് എന്താണ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എന്താണ് ജിയോ മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് കറൻസ് ആണ് വരുന്നത്. സോ ഇറ്റ് ക്യാൻ ഓവർലോഡ് ആൻഡ് ഡാമേജ് ദ പവർ ഗ്രിഡ്സ്. എന്താണ് പവർ ഗ്രിഡ്സിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Then fourth statement, intense auroras could occur over much of the earth. Okay, auroras occur ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ചാർജ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ് ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ഉണ്ടാകുന്നുണ്ട്, അതാണ് അറോറാസ് നമ്മൾ പറയുന്നത്. സോ ഇത് എന്താണ് പോൾസിൽ നിന്ന് തന്നെ എന്താണ് മാറി, നോർമലി കാണുന്നത് എന്താണ് പോൾസിലാണ്, പക്ഷെ എന്താണ് പോൾസിൽ നിന്ന് മാറി എന്താണ് ഒക്കെ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അതെന്താണ് ശരിയാണ്. ദെൻ ഓർബിറ്റ്സ് ഓഫ് ദ സാറ്റലൈറ്റ്സ് കുഡ് ബി ഡിസ്റ്റർബ്ഡ്. ഓക്കെ, കാരണം സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റ് എന്തായിരിക്കും ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, എസ്പെഷ്യലി ദ ലോ എർത്ത് ഓർബിറ്റ്സ് സാറ്റലൈറ്റ്സിലേക്ക് അതിനെന്താണ് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. Then short wave radio communication of the aircraft flying over polar regions could be interrupted. അത് എന്താണ് ശരിയാണ്, കാരണം ഡിസ്റ്റോർഷൻ ഇൻ ദ അയണോസ്ഫിയർ ഉണ്ടാവും. കാരണം അയണോസ്ഫിയറിൽ ഡിസ്റ്റോർഷൻ ഉണ്ടായാൽ എന്തായിരിക്കും ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഷോർട്ട് വേവ് കമ്മ്യൂണിക്കേഷൻസ്, ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഷോർട്ട് വേവ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. സോ എന്താണ് അത് ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ് അത് എയർക്രാഫ്റ്റിനെ എസ്പെഷ്യലി പോളാർ റീജിയൻസിലൂടെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിന് എന്താണ് ഇന്റർപ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4, 6 and 7 ആയിരിക്കും. സുനാമീസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർസും സോളാർ സ്റ്റോംസ് കാരണം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഫോറസ്റ്റ് ഫയർസിന് കാരണം നമുക്ക് എന്താണ് അവിടെ ഇലക്ട്രോണിക് ഡാമേജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ്, പക്ഷേ എന്താണ് ഫോറസ്റ്റ് ഫയറിലേക്ക് ലീഡ് ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാനായിട്ട് കാരണം. ഓക്കെ, സുനാമിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് എന്തുകൊണ്ടായിരിക്കും അണ്ടർ വാട്ടർ എർത്ത് ക്യൂബ്സോ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ കാരണം എന്താണ് സുനാമി ഉണ്ടാകുന്നത്, അല്ലാണ്ട് സോളാർ ഫ്ലയർസ് കാരണം ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. Next question, climate action tracker which monitors the emission reduction pledges of different countries is a option A database created by coalition of research organization, option B wing of international panel of climate change, option C committee under United Nations Framework Convention on Climate Change, option D agency promoted and financed by United Nations Environment Program and World Bank. അതിൽ ഏതാണ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കറിനെ പറ്റി കറക്റ്റ് പറയുന്നത്? എന്താണ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ? അപ്പോൾ ആൻസർ എന്താണ് അറിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഡേറ്റാബേസ് ക്രിയേറ്റഡ് ബൈ കോയലിഷൻ ഓഫ് റിസർച്ച് ഓർഗനൈസേഷൻ. അതാണ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഇൻഡിപെൻഡന്റ് സയന്റിഫിക് അനലൈസിസ് ആണ്. ഇൻഡിപെൻഡന്റ് scientific analysis that tracks government climate actions and measures it against globally agreed ഏതായിരിക്കും? നമുക്കറിയാം പാരീസ് അഗ്രിമെന്റ്. സോ അതാണ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കിൽ പറയുന്നത്. സോ ഇറ്റ്സ് എ ഇൻഡിപെൻഡന്റ് സയന്റിഫിക് അനലൈസിസ് ദാറ്റ് ട്രാക്സ് ഗവൺമെന്റ് ക്ലൈമറ്റ് ആക്ഷൻസ് ആൻഡ് മെഷേഴ്സ് ഇറ്റ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ അഗ്രീഡ് പാരീസ് അഗ്രിമെന്റ്. ഗ്ലോബൽ അഗ്രീഡ് പാരീസ് അഗ്രിമെന്റ് അവർ ഗവൺമെന്റ് ക്ലൈമറ്റ് ആക്ഷൻസ് തമ്മിലുള്ള ഒരു സയന്റിഫിക് അനലൈസിസ് ആണെന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കിൽ പറയുന്നത്. സോ it's a database created by the coalition of research organization. Research organizations coalition ഒരു ഡേറ്റാബേസ് ആണ് എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ്, the climate group
is an international non-profit organization that drives climate action by building large networks and runs them. Second statement, the International Energy Agency in partnership with the Climate Group launched a global initiative EP100. Third statement, EP100 brings together leading companies committed to driving innovations in energy efficiency and increasing competitiveness while delivering on emissions reduction goals. Fourth, some Indian companies are members of EP100. Fifth statement, the International Energy Agency is the secretary to the Under 2 coalition. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, first statement നോക്കാം. The Climate Group is an international non-profit organization that drives climate action by building large networks and runs them. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. കാരണം ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഓൾസോ that drives climate action by building large networks and runs them. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, the International Energy Agency in partnership with the Climate Group launched a global initiative EP100 എന്ന് പറയുന്നത്. ഓക്കെ, സോ EP100 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ആര് ലോഞ്ച് ചെയ്തതാണ്? ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല, പകരം ദ ക്ലൈമറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്തത് ക്ലൈമറ്റ് ഗ്രൂപ്പാണ്, അല്ലാതെ എന്താണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല. സോ ഇത് ലോഞ്ച് ചെയ്തതാണ് ക്ലൈമറ്റ് ഗ്രൂപ്പാണ് ലോഞ്ച് ചെയ്തത്. ഇനി ക്ലൈമറ്റ് ഗ്രൂപ്പിന്റെ കൂടെ ആരായിരുന്നു പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്? ദ ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല, പകരം ഇതിന്റെ പാർട്ട്ണറായിരുന്നത് അലയൻസ് ടു സേവ് എനർജി. സോ അലയൻസ് ടു സേവ് എനർജി അവരായിരുന്നു എന്ത് ഇതിൻ്റെ പാർട്ണർ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ലെങ്കിൽ IEA അല്ല എന്ത് ഇതിൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് എന്താണ് ക്ലൈമറ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അവരെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അലയൻസ് ടു സേവ് എനർജി. ഇവരായിരുന്നു എന്ത് പാർട്ണർഷിപ്പ് ചെയ്തിരുന്നത്, അല്ലാണ്ട് അവിടെ ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ അഗൈൻ നമുക്ക് ആൻസർ കിട്ടി. Third statement, EP100 brings together leading companies committed to drive innovation in energy efficiency and increasing competitiveness while delivering on emission reduction goals. അതെന്താണ് ശരിയാണ്. ഓക്കെ, EP100 എന്ന് വെച്ചാൽ എന്താണ് എനർജി പ്രൊഡക്ടിവിറ്റി 100 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. എനർജി പ്രൊഡക്ടിവിറ്റി 100. So EP100 is energy productivity 100. So it brings together leading companies committed to driving innovation in energy efficiency and increasing competitiveness while delivering on emission reduction goals. Emission reduction goals ആയിരുന്നത് ഒരു പ്രധാനപ്പെട്ട ഗോളെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എമിഷൻ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക, അതായിരുന്നു പ്രധാനപ്പെട്ട ഗോളെന്ന് പറയുന്നത്. Then some Indian companies are members of EP100. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് നോക്കിയാൽ മഹീന്ദ്ര, then Dalmia Cement, Ultratech Cement, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ, EP100 മെമ്പേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനീസിൻ്റെ എക്സാമ്പിളാണ്. The International Energy Agency is the secretary to the Under 2 coalition എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Under 2 coalitionൻ്റെ സെക്രട്ടറി ആരാണ്? ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല, പകരം ദ ക്ലൈമറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ദ ക്ലൈമറ്റ് ഗ്രൂപ്പാണ് Under 2 coalitionൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്ലൈമറ്റ് ഗ്രൂപ്പ് സെക്രട്ടറി ഓഫ് Under 2 coalition, നോട്ട് ദ ഇന്റർനാഷണൽ എനർജി ഏജൻസി. IEAക്ക് എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. സോ ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ ബി ആണ്. 1, 3 and 4 ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം ഇന്റർനാഷണൽ എനർജി ഏജൻസിയും ക്ലൈമറ്റ് ഗ്രൂപ്പും കൂടെ അല്ല ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് EP100 ലോഞ്ച് ചെയ്ത്, പകരം ആരായിരുന്നു? അലയൻസ് ടു സേവ് എനർജിയും അതുപോലെ ക്ലൈമറ്റ് ഗ്രൂപ്പും കൂടെ ലോഞ്ച് ചെയ്ത്. ദെൻ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റും കാരണം ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ല Under 2 coalitionന്റെ സെക്രട്ടറി, പകരം ആരാണ്? ക്ലൈമറ്റ് ഗ്രൂപ്പ് ആണെന്ന് പറയുന്നത് Under 2 coalitionന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം. 43, if rainforest and tropical forest are the lungs of earth, then surely wetlands function as its kidneys. Okay, so wetlands function as its kidneys. Which one of the following functions of wetlands best reflects the above statement? The water cycle in wetlands involves surface runoff, subsoil percolation and evaporation. Second, B, algae form the nutrient base upon which fish, crustaceans, molluscs, birds, reptiles and mammals thrive. C, wetlands play a vital role in maintaining sedimentation, balancing and soil stabilization. D, aquatic plants absorb heavy metals and excess nutrients. Well, ഏതാണ് wetlands function as its kidney എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്നത്? ഓക്കെ, കിഡ്നി നമ്മുടെ ഹ്യൂമൻസിന്റെ കാര്യം എടുക്കുന്നത് എന്താണ്? കിഡ്നിക്ക് എന്താണ് ഉപയോഗം എന്ന് പറയുന്നത്? മെയിനായിട്ടും കിഡ്നി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്?
ഫിൽട്രേഷന് വേണ്ടിയാണ് കിഡ്നി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നോർമലി ഇതിൻ്റെ യൂസ് എന്തായിരിക്കും ഫിൽട്രേഷൻ പ്രോസസ് വരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ബി നോക്കി ഇവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് അബ്സോർബ് ഹെവി മെറ്റൽസ് ആൻഡ് എക്സസ് ന്യൂട്രിയൻസ്. കാരണം എന്താണ് അക്വാട്ടിക് പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുന്ന ഹെവി മെറ്റൽസും അതുപോലെ എന്താണ് എക്സസ് ന്യൂട്രിയൻസും ഒക്കെ എന്താണ് അബ്സോർവ് ചെയ്യണം. അവിടെ എന്താണ് ഫിൽട്രേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണിത് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, കാരണം അബ്സോർബിങ് ഹെവി മെറ്റൽസ് ആൻഡ് കെമിക്കൽസ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ എന്ത് നടക്കുന്നത് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ റിമൂവ് പൊല്യൂട്ടൻസ് നടക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ഫിൽറ്ററിങ് ന്യൂട്രിയൻസ് നടക്കുന്നുണ്ട്. അതാണ് എക്സസ് ന്യൂട്രിയൻസിനെ എടുക്കുന്നതെന്ന് പറയുന്നത്. കാരണം എക്സസ് ആയിട്ടുള്ള എന്താണ് നൈട്രജൻ ഫോസ്ഫറസിനെയൊക്കെ എന്താണ് ടേക്കിംഗ് അപ്പ് ചെയ്യുകയാണ്. ടേക്കിംഗ് അപ്പ് എക്സസ് നൈട്രജൻ ഫോസ്ഫറസ് എക്സെട്ര. ദെൻ മൂന്നാമത്തെ എന്ത് പറയുന്നുണ്ട് ട്രാപ്പിംഗ് സെഡിമെന്റ്സ്. ഓക്കെ, കാരണം എന്താണ് ആ വെള്ളത്തിന് എന്താണ് ക്ലിയർ ചെയ്ത് ഓക്കെ സെഡിമെന്റ്സിനെ മാറ്റി എന്താണ് വെള്ളം ക്ലിയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയറിംഗ് ദ വാട്ടർ ഫ്രം എവിടെ നിന്ന് സസ്പെൻഡഡ് സോളിഡ്സിൽ നിന്നാണ് വെള്ളം ക്ലിയർ ചെയ്യുന്നത്. സോ ഇത് മൂന്നാമത് ഫസ്റ്റ് റിമൂവ് പൊല്യൂട്ടൻസ് ചെയ്യുന്നത്. അതായത് അബ്സോർബിങ് ഹെവി മെറ്റൽസ് ആൻഡ് കെമിക്കൽസ്. അതാണ് ഇവിടെ പറയുന്നത് അബ്സോർബിങ് ഹെവി മെറ്റൽസ് ആൻഡ് കെമിക്കൽസ്. അതാണ് റിമൂവ് പൊല്യൂട്ടൻസ് പറയുന്നത്. ദെൻ ഫിൽറ്ററിംഗ് ന്യൂട്രിയൻസ് പറയുന്നത് അതാണ് ടേക്കിംഗ് അപ്പ് എക്സസ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. എക്സസ് നൈട്രജൻ ഫോസ്ഫറസിൽ നിന്നാണ് അവിടെ ടേക്കിംഗ് അപ്പ് ചെയ്യുന്നത്. ദെൻ ട്രാപ്പിംഗ് സെഡിമെന്റ്സ് അതാണ് ക്ലിയറിംഗ് ദ വാട്ടർ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. ഓക്കെ, സോ അതാണ് 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 44. In the context of WHO air quality guidelines, consider the following statements. Okay, first one, the 24-hour mean PM should not exceed 15 micrograms per cubic meter, and annual means of PM should not exceed 5 micrograms per cubic meter. Second statement, in a year, the highest level of ozone pollution occurred during the periods of inclement weather. Third statement, PM10 can penetrate the lung barriers and enter the bloodstreams. Fourth statement, excessive ozone in the air can trigger asthma. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇൻ എ ഇയർ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ ഒക്കർ ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് ഇൻക്രിമെന്റ് വെതർ. ഓക്കെ, ഇൻക്രിമെന്റ് വെതർ ടൈമിൽ ഇൻക്രിമെന്റ് വെതർ എന്ന് വെച്ചാൽ റെയിനി സ്ട്രോമി ടൈം, അതാണ് പറയുന്നത് ഇൻക്രിമെന്റ് വെതർ എന്ന് പറയുന്നത്. സോ ആ ടൈമിലാണ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ നടക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയാം ഇൻക്രിമെന്റ് വെതറിലല്ല, കൂടുതൽ ഏത് ടൈമിലായിരിക്കും സണ്ണി ഹോട്ട് വെതറിലാണ് ആ ഒരു ടൈമിൽ. ഓക്കെ, സണ്ണി ഹോട്ട് വെതർ വിത്ത് സ്റ്റാഗ്നന്റ് എയർ ആ ഒരു ടൈമിലായിരിക്കും എന്തെന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ നടക്കുന്നത്. അപ്പം sunny sunny hot weather with stagnant air ആ ടൈമിലാണ് എന്ത് നടക്കുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ ഒക്കെ ആവുന്നത്. സോ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ദെൻ പിന്നെ നമുക്കുള്ള എന്താണ് 1, 3, 4, 1 and 4. അപ്പോൾ 1ഉം 4ഉം എന്തായാലും കോമൺ ആയിട്ട് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം എന്തായാലും ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കാം. The PM10 can penetrate the lung barriers and the entire bloodstream. നമ്മൾ പറഞ്ഞിട്ടുണ്ട് PM 2.5 ഉണ്ട്, അതുപോലെ PM10 ഉണ്ട്. ഇതിൽ ഏതാണ് വലുതെന്ന് പറയുന്നത് PM10 ആണ് വലുത്. 2.5 അപേക്ഷിച്ച് PM10 ആണ് എന്ന് പറഞ്ഞാൽ വലുതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഈ പർട്ടിക്കുലർ മാറ്റർ 10ലായിരിക്കും എന്ത് സൈസ് കൂടുതൽ എന്ന് പറയുന്നത്. സോ PM10 can penetrate the lung barrier and enter bloodstream എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാരണം PM 2.5 ആണെങ്കിൽ എന്താണ്, കാരണം 10നെക്കാട്ടി കുറവ് ഏതാണ് 2.5 ആണ്. അപ്പോൾ 2.5 എന്തായിരിക്കും ചിലപ്പോൾ ലെങ്സിലേക്ക് എന്താണ് പെനട്രേറ്റ് ചെയ്ത് കയറാൻ, അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീംസിലോട്ടൊക്കെ എന്താണ് കയറാനായിട്ട് പറ്റും. പക്ഷേ PM10 എന്താണ് കുറച്ചും കൂടി വലുതാണ്. സോ അതിനെന്താണ് അവിടെ കയറാനായിട്ട് സാധിക്കത്തില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ തന്നെ ഏതായിരിക്കും 1 and 4 ഓൺലി ആയിരിക്കും. ബാക്കി സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്താണ് റോങ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 24-hour mean of PM should not exceed 50 micrograms per cubic meter and annual mean of PM should not exceed 5 micrograms per cubic meter. Okay, but 24-hour mean of PM should not exceed 50 micrograms per meter cube. Okay, or cubic meter എന്ന് പറയുന്നത് per cubic meter എന്ന് പറയുന്നത്. അതുപോലെ annual mean എത്ര ആവാൻ പാടില്ല, should not exceed 5 microgram per cubic meter. Okay, 5 microgram per cubic meter കൂടുതൽ ആവാൻ പാടില്ല.
ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഇയർ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇൻക്രിമെന്റ് വെതറിലല്ല, പകരം എവിടെയാണ്? സണ്ണി ഹോട്ട് വെതർ വിത്ത് സ്റ്റാഗ്നന്റ് എയറിലായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് PM10 ക്യാൻ പെനട്രേറ്റ് ദ ലങ് ബാരിയേഴ്സ് ആൻഡ് എൻ്റർ ദ ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്? PM10 അല്ല, പകരം PM2.5 ആണെങ്കിൽ എന്താണ്? അതാണ് കുറച്ചും കൂടി സ്മാൾ ആയിട്ടുള്ളത്. ദേ ക്യാൻ പെനട്രേറ്റ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ ലങ് ബാരിയർ എന്ന് പറയാം. PM10 ജനറലി എവിടെയായിരിക്കും? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പകരം എന്താണ്? താഴോട്ട് പോകുന്നില്ല, പിന്നെ എന്താണ്? ലങ്സിലോട്ട് പോകുന്നില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എക്സസീവ് ഓസോൺ ഇൻ ദ എയർ ക്യാൻ ട്രിഗർ ആസ്മ. അത് എന്താണ്? ശരിയാണ്. കാരണം എക്സസീവ് ഓസോൺ, എയറിലുള്ള എക്സസീവ് ഓസോണിന് എന്ത് ചെയ്യാൻ പറ്റും? ആസ്മ ട്രിഗർ ആകാൻ സാധിക്കും. സോ അത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വിത്ത് റെഫറൻസ് ടു ഗുച്ചി സംടൈംസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ ഫംഗസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഗ്രോസ് ഇൻ സം ഹിമാലയൻ ഫോറസ്റ്റ് ഏരിയാസ്. Third, it is commercially cultivated in the Himalayan foothills of northeastern India. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. എഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗുച്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഗുച്ചി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗസ്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇറ്റ്സ് നോൺ ആസ് മോറൽ മഷ്റൂം എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു എഡിബിൾ ഫംഗസ് ആണ്. എഡിബിളായിട്ടുള്ള ഫംഗസ് ആണ്. then also it grows in some Himalayan forest areas. അത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രധാനമായിട്ടും എന്താണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫോറസ്റ്റ് ഏരിയസിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത്. ഇറ്റ്സ് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ദ ഹിമാലയൻ ഫുഡ്ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ ഹിമാലയൻ ഫുഡ്ഹിൽസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ എവിടെയാണ്? പ്രധാനമായിട്ടും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഹിമാലയസിലാണ് ഇത് കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഹിമാലയസിൽ കാണാനുള്ള ചാൻസ് എന്താണ്? കുറവാണ്. പകരം എന്താണ്? വെസ്റ്റേൺ ഹിമാലയസിലാണ് ഇത് കാണപ്പെടുന്നത്. സോ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. 1 and 2 ആയിരിക്കും. ഓക്കെ, കാരണം ഗുച്ചി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോർ മഷ്റൂം, എഡിബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ഫംഗസ്, ഗ്രോസ് ഇൻ സം ഹിമാലയൻ ഫോറസ്റ്റ് എസ്പെഷ്യലി ഇൻ ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ്. ദെൻ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ദ ഹിമാലയൻ ഫുഡ്ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ എന്നാണ് പറയുന്നത്. ബട്ട് ഹിമാലയൻ ഫുഡ്ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ അല്ല, പകരം എവിടെയാണ്? വെസ്റ്റേൺ ഹിമാലയസിലായിരിക്കും എന്ത് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to polyethylene terephthalate, the use of which is so widespread in our daily lives, consider the following statement. Its fibers can be blended with wool and cotton fibers to reinforce their properties. Second statement, containers made of it can be used to store any alcoholic beverage. Third statement, bottles made of it can be recycled into other products. Fourth one, articles made of it can be easily disposed of by ഇൻസിനറേഷൻ വിത്തൗട്ട് കോസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തെറ്റാൻ ചാൻസുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലുള്ളതെന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എനി ആൽക്കഹോളിക് ബിവറേജ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കി കണ്ടെയ്നേഴ്സിൽ ആൽക്കഹോളിക് ബിവറേജ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ആൽക്കഹോൾ നോർമലി എന്താണ് ചെയ്യുന്നത്? കെമിക്കൽസിൻ്റെ ലീച്ചിങ് കാരണമാകുന്നുണ്ട്. കാരണം ആൽക്കഹോളിന് എന്താണ്? കെമിക്കൽസിൻ്റെ ലീച്ചിങ് കാരണമാകാൻ പറ്റും. സോ അതുകൊണ്ട് എന്താണ്? ഇത് വെച്ചുണ്ടാകുന്ന കണ്ടെയ്നേഴ്സ് നമ്മൾ ആൽക്കഹോൾ സൂക്ഷിച്ച് എന്ത് സംഭവിക്കും? ആൽക്കഹോൾ ഈ കെമിക്കൽസിൻ്റെ ലീച്ചിങ് കാരണമാകുകയും അതുകൊണ്ട് നമുക്ക് എന്താണ്? ഹെൽത്ത് ഇഷ്യൂ, അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ്? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഇത് ആൽക്കഹോൾ ക്യാൻ ലീച്ച് കെമിക്കൽസ്. ഓക്കെ, ആൽക്കഹോളിന് എന്താണ്? കെമിക്കൽസ് ലീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കാരണം എന്തായിരിക്കും? നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ഇതിൽ ആൽക്കഹോളിൻ്റെ ടേസ്റ്റിൽ തന്നെ എന്താണ് വ്യത്യാസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ രണ്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ. ദെൻ 1 and 3, 1 and 4. സോ ഒന്ന് എന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇറ്റ്സ് ഫൈബേഴ്സ് ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് വൂൾ ആൻഡ് കോട്ടൺ ഫൈബേഴ്സ് ടു റീഇൻഫോഴ്സ് ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ റിംഗ്ലിങ്സ് ഒക്കെ എന്താണ്? ചുരുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറ്റാനായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഫൈബേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, കോട്ടൻ്റെയും വൂളിൻ്റെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ബോട്ടിൽസ് മെയ്ഡ് ഓഫ് ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ് ഇൻ ടു അതർ പ്രോഡക്ട്സ്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ 3, 4 ഏതാണ് ശരിയെന്ന് നോക്കാം. Articles made of it can be easily disposed by incineration without causing greenhouse gas emission. നമുക്കറിയാം ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് തെർമൽ ബേണിങ്ങിനാണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ബേൺ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം PET അല്ലെങ്കിൽ എന്താണ്?
പോളിത്തൈലിൻ ടെറഫ്തലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു കെമിക്കലാണെന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു കെമിക്കൽ എന്തായാലും ബേൺ ചെയ്യുമ്പോൾ ഓക്കെ PET ബേൺ ചെയ്യുമ്പോൾ നോർമലി എന്തുണ്ടാവുന്നുണ്ട്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നോർമലി എന്താണ് കത്തിക്കുമ്പോൾ എന്തായിരിക്കും ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ് ഏതൊരു കെമിക്കലായാലും അത് നമുക്ക് കത്തിക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടി ഓപ്ഷൻ എ ആയിരിക്കും. 1 and 3 ഓൺലി ആയിരിക്കും. കാരണം ബോട്ടിൽസ് മെയ്ഡ് ഓഫ് ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾ ഇൻ അതർ പ്രോഡക്ട്സ്. ഇത് എന്താ റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. സോ അതെന്താണ് ശരിയല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ പുതിയ ബോട്ടിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് പുതിയ പോളിസ്റ്റർ ഫൈബേഴ്സ് ഉണ്ടാക്കുക ഇതൊക്കെ എന്താണ് ഇതുവരെ നമുക്ക് സാധ്യമാവുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ എ 1 and 3 ഓൺലി ആയിരിക്കും എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേർഡ്. ഇത് ബേർഡ് അല്ലാതെയാണ് ചോദിച്ചിരുന്നത്. ഗോൾഡൻ മഷൂർ, ഇന്ത്യൻ എഡ്ജ, സ്പൂൺ ബിൽ, വൈറ്റ് ബീസ്. ഓക്കെ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാവുന്ന ഗോൾഡ് അല്ലാത്ത ബേർഡ് അല്ലാത്ത ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോൾഡൻ മഷൂർ മാത്രമാണ്. അതെന്താണ് അതൊരു സ്പീഷീസ് ഓഫ് ഫിഷ് ആണ്. ഒരു ഫിഷ് സ്പീഷീസ് ആണ്. പ്രധാനമായിട്ടും ഹിമാലയൻ റിവേഴ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ഹിമാലയൻ റിവേഴ്സിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ഓഫ് ഫിഷിനാണ് എന്ന് പറയുന്നത് ഗോൾഡൻ മഷൂർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ് ബേർഡ്സ് ആണ്. ഇന്ത്യൻ എഡ്ജാർ ആയാലും സ്പൂൺ ബിൽ ആയാലും വൈറ്റ് ബിൽസ് ആയാലും ഇതെല്ലാം എന്താണ് ബേർഡ്സ് ആണ്. ഇന്ത്യൻ എഡ്ജാർ ഒരു നൊക്ടേണൽ ബേർഡാണ്. ബാക്കി രണ്ടും എന്താണ് വേഡിങ് ബേർഡാണ്. ഓക്കെ സോ ഗോൾഡൻ മഷൂർ മാത്രമാണ് ഫിഷ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഹിമാലയൻ റിവേഴ്സിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് which one of the following are nitrogen fixing plants? Nitrogen fixing plants ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അൽഫാൽഫ, അമരാന്ത്, ചിക്പി, ക്ലോവർ, പർസ്ലൈൻ, കുൽഫ, ദെൻ സ്പിനാച്ച്. ഇപ്പോൾ ഇത് ഏതൊക്കെയാണ് നൈട്രജൻ ഫിക്സിംഗ് പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഏതാണ് ചിക്പി. കാരണം നമുക്കറിയാം നൈട്രജൻ ഫിക്സിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതെല്ലാം എന്താണ് ലെഗ്യൂംസ് പ്ലാന്റ് ആയിരിക്കും. ഓക്കെ ലെഗ്യൂം ഫാമിലി വരുന്നതായിരിക്കും. ലെഗ്യൂം പ്ലാന്റ് ആയിരിക്കും. Okay, so and also they have the symbiotic relation between rhizobium bacteria. Rhizobium bacteria ആയിട്ട് എന്താണ് സിംബയോട്ടിക് റിലേഷനും കാണും. സോ അങ്ങനത്തെ ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് എന്താണ് അൽഫാൽഫ പറയുന്നുണ്ട്. അൽഫാൽഫ എന്താണ് ഒരു ലെഗും പ്ലാന്റ് ആണ്. സോ അതുകൊണ്ട് എന്താണ് അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് നമ്പർ എന്താണ് അമരാന്താണ്. അമരാന്ത് നമ്മൾ കണ്ടാൽ എന്തായിരിക്കും ഒരു പയറുള്ള ചെടിയിലൊക്കെ പോലെയൊക്കെ തോന്നുന്നില്ല. അത് പക്ഷേ എന്താണ് ഒരു പയറുകൾക്കും അല്ല. കാരണം അത് സ്യൂഡോയാണ്. സ്യൂഡോ സെറലായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ സ്യൂഡോ സെറൽസ് ആയിട്ടാണ് ഈ അമരാന്തിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് നൈട്രജൻ ഫിക്സ് ചെയ്യത്തില്ല. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് ചിക്പിയാണ്. ചിക്പി എന്താണ് ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് ഒരു പൾസാണ് ചിക്പി. അതുകൊണ്ട് എന്താണ് അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലോവർ ഉണ്ട്. ക്ലോവർ ഒരു ലെഗും പ്ലാന്റ് ആണ്. അതുകൊണ്ട് എന്താണ് അതും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ പർസ്ലൈൻ ഉണ്ട്. പർസ്ലൈൻ അല്ലെങ്കിൽ കുൽഫയാണ്. അതെന്താണ് ഒരു സക്ലന്റ് ആണ്. ഓക്കെ അതുകൊണ്ട് എന്താണ് അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നില്ല. ദെൻ സ്പിനാച്ച് ഉണ്ട്. സ്പിനാച്ച് എന്താണ് ഒരു ലീഫി ഗ്രീൻ ആണ് സ്പിനാച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നില്ല. സോ ആൻസർ ആയിരിക്കും 1, 3 and 4 മാത്രമാണ് നമുക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ സോ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 and 4 ഓൺലി ആയിരിക്കും. ബാക്കി ഇപ്പോൾ അമരാന്ത് ആയാലും അതുപോലെ പൾസ്ലൈൻ ആയാലും അതുപോലെ സ്പിനാച്ച് ആയാലും സ്പിനാച്ച് ഗ്രീൻ ആയിട്ടുള്ള ലീഫി ട്രീ ഇലയാണ് ലീഫി പ്ലാന്റ് ആണ്. സോ അതെന്താണ് അതും നൈട്രജനെ ഫിക്സ് ചെയ്യുന്നില്ല. സോ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3 and 4 മാത്രമായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 49 Biorock technology is talked about in which one of the following situations? First one, restoration of damaged coral reefs. Second, option B, development of building materials using plant residue. Option C, identification of ideas for exploration or extraction of shale gas. Option D, providing salt licks for wild animals in forest or protected areas. ഏതാണ് ബയോറോക്ക് ടെക്നോളജി വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ സോ ബയോറോക്ക് ടെക്നോളജി അല്ലെങ്കിൽ മറ്റൊരു പേരുകളുണ്ട് മിനറൽ അക്വേഷൻ ടെക്നോളജി. സോ ഇതെന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം.
ഒരു ലോ എനർജി അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഇലക്ട്രിക് കറണ്ട് എന്താണ് നമ്മൾ സീ വാട്ടറിലൂടെ പാസ് ചെയ്യും. സോ പാസിങ് എ ലോ വോൾട്ടേജ് ഇലക്ട്രിക് കറണ്ട് ത്രൂ sea water using submerged metal electrodes. സോ നമ്മൾ സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോ വോൾട്ടേജ് ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് സീ വാട്ടറിലൂടെ പാസ് ചെയ്ത് വിടുന്നുണ്ട്. ആൻഡ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ദിസ് കോസ് dissolved minerals to crystalline onto the structure, creating a limestone coating similar to natural coral reef. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈം സ്റ്റോൺ കോട്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ കോറൽ റീഫുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കാരണം എന്താണ്, ഇങ്ങനെ ഈ നമ്മൾ വോൾട്ടേജ് ലോ വോൾട്ടേജിലൂടെ എന്താണ് ഇലക്ട്രിക് കറണ്ട് സീ വാട്ടറിൽ കടത്തിയിടുമ്പോൾ എന്താണ് ഇതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ക്യാൻ കോസ് അവർ ഡിസോൾഡ് മിനറൽസ് ക്രിസ്റ്റലൈൻ ആവും. എങ്ങനെ, ആൻഡ് ഇറ്റ് ക്രിയേറ്റ് എ സ്ട്രക്ചർ ഒരു ലൈം സ്റ്റോൺ പോലത്തെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സിമിലർ ടു ദ നാച്ചുറൽ കോറൽ റീഫുമായിട്ട് എന്താണ് സിമിലർ ആയിരിക്കും ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും നോർമലി നമുക്ക് വരുന്ന ആൻസർ, വിച്ച് restoration of damaged coral reefs. Okay, it can help to restoration of the damaged coral reefs. അപ്പോൾ ബയോറോക്ക് ടെക്നോളജി എന്താണ്, നമ്മൾ വെള്ളത്തിലേക്ക് സീ വാട്ടറിലേക്ക് എന്താണ് ഒരു ലോ വോൾട്ടേജിൽ എന്ത് ചെയ്യുക ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇത് അടുത്ത ഡിസോൾഡ് ആയിട്ടുള്ള മിനറൽസിനെ ക്രിസ്റ്റലൈസ് ചെയ്യുകയും അത് എന്ത് സ്ട്രക്ചർ മാറ്റി ഒരു ലൈം സ്റ്റോൺ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു. സോ ഇറ്റ് സിമിലർ ടു ദ കോറൽ റീഫ്സ് ആയിരിക്കും. ആൻഡ് ഇതുകൊണ്ട് എന്താണ് നമുക്ക് കോറൽ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഡാമേജ് കോറലിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് ഈ ഒരു ടെക്നിക്ക് വഴി സാധിക്കുന്നതാണ്. സോ അതാണ് എന്ത് ബയോറോക്ക് ടെക്നോളജി എന്നാണ്. സോ ഇറ്റ്സ് റീസ്റ്റോറേഷൻ ഓഫ് ദ ഡാമേജ് കോറൽ റീഫ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് 49th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ബയോറോക്ക് ടെക്നോളജി ജസ്റ്റ് നോക്കി വയ്ക്കുക, ഡെഫിനേഷൻ കൂടെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ് നടക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ 15th ക്വസ്റ്റ്യൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ മിയാവാക്കി മെത്തേഡ് ഈസ് വെൽ നോൺ ഫോർ promotion of commercial farming in arid and semi-arid areas, development of gardens using genetically modified flora, creation of mini forests in urban areas, harvesting wind energy on coastal areas and on sea surface. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ക്രിയേഷൻ ഓഫ് മിനി ഫോറസ്റ്റ് ഇൻ അർബൺ ഏരിയാസ് നമ്മൾ മിനി ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. സോ അർബൻ അഫോറസ്റ്റേഷൻ മെത്തേഡാണ് നമ്മൾ നോർമൽ ബാക്ക് യാർഡ് എന്തായിട്ട് മാറ്റും, ഫോറസ്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. സോ ആ പ്രോസസ് എന്ന് പറയുന്നത് മിനി ഫോറസ്റ്റ് അർബൺ ഏരിയാസിനെ മിയാവാക്കി ഫോറസ്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് മിനി ഫോറസ്റ്റ് അർബൺ ഏരിയാസ്, അതാണ് എന്ത് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയായിരുന്നു ഡെവലപ്പ് ചെയ്തത്, ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റ് അക്കീര മിയാവാക്കിയാണ് എന്ത് ഇത് ഡെവലപ്പ് ചെയ്തത്. ജാപ്പനീസ് ബോട്ടണിസ്റ്റായ അക്കീര മിയാവാക്കിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ദാറ്റ്സ് വൈ ദ നെയിം മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ദ ക്രിയേഷൻ ഓഫ് മിനി ഫോറസ്റ്റ് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അതായിരിക്കും ആൻസർ. അപ്പോൾ 50th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 15 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ അതായത് അടുത്ത സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് 51 to 75 ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 90944854485 Trivandrum.